നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ദിവസേന 1/2 kg വെച്ച് കുറച്ചെടുക്കാൻ സഹായിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള 3 മീൽ ഡയറ്റ് പ്ലാൻ, നല്ലോണം ഫില്ലിംഗ് തരുന്ന, നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്ന ഡയറ്റ് പ്ലാൻ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ, ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ റീച്ച് അനുസരിച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡേറ്റിൽ അടുത്ത ഡയറ്റ് പ്ലാൻ വരുന്നതായിരിക്കും. ഈ ഡയറ്റ് പ്ലാൻ 1000 ബിലോ കാലറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 1000 ബിലോ കാലറി മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് നിറയെ ഫില്ലിംഗ് തരുന്ന ഭക്ഷണങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു സിമ്പിൾ കാര്യം കൂടി, സിമ്പിളല്ല, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഷെയർ ചെയ്തിട്ട് തുടങ്ങാം. നമ്മളെപ്പോഴും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് 30+ ഒക്കെ കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ആക്ഷന് വേണ്ടി മുതിരുന്നതിന് മുൻപും, എന്ത് തീരുമാനം ലൈഫിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എടുക്കുന്നതിന് മുൻപും കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പല സ്ഥലങ്ങളിലും കുഴഞ്ഞു വീണ് മരിച്ചു, വർക്കൗട്ടിനിടയിൽ മരിച്ചു, ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇതിനു മുൻപ് നമ്മൾ സാരമായിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോവുകയാണോ എന്ന് പോലും അറിയാതെ നമ്മൾ ബോഡിക്ക് കൊടുക്കുന്ന ഹെവി സ്ട്രെയിൻ ആയിരിക്കും ഒരു പക്ഷേ ഇതിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്നത്. സോ ഇതൊക്കെ അറിയാവുന്ന ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ എടുത്ത ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ എടുക്കേണ്ട ഏതൊക്കെ ടെസ്റ്റുകളായിരുന്നു എന്നുള്ളത് കൂടിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അവിടെ ഞാൻ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കോപ്പി ചെയ്യാൻ വേണമെങ്കിൽ HbA1c ചെയ്തിട്ടുണ്ട്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു, ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്തു, CBC ചെയ്തു, തൈറോയ്ഡ് ചെയ്തു, വൈറ്റമിൻ D, B12 ആൻഡ് യൂറിൻ കംപ്ലീറ്റ് അനാലിസിസ്. ഇത്രയാണ് ഞാൻ ചെയ്തത്. തുടരെയായിട്ടല്ലെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഞാൻ എൻ്റെ ECGയും ഇക്കോയും TMTയും ചെക്ക് ചെയ്യാറുണ്ട്. അതുകൂടി ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഹെൽത്തി ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഹെൽത്ത് അഡ്വൈസസ് കൊടുക്കുന്നവർ പലരും അവരുടെ ഹെൽത്തിനെ പറ്റി കൺസേൺഡ് ആവാറില്ല. സോ നിങ്ങൾ ഹെൽത്ത് അഡ്വൈസ് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം വേറൊരാളെ അഡ്വൈസ് ചെയ്യൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ ചെയ്തത് കേട്ടോ. സോ നമുക്ക് ഡയറ്റിലോട്ട് കിടക്കാം. ആദ്യമേ പറയട്ടെ, ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി അടക്കലല്ല. 3 നേരവും ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ഭംഗിയായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കും. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരിക്കും. ഓക്കെ, സോ എപ്പോഴും ആരെങ്കിലും ഏതെങ്കിലും ഒരു ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് പട്ടിണി കിടന്നുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് വെയിറ്റ് റിഡക്ഷനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻഡസ്റ്റൈൻ അൾസേഴ്സ് കൂടി തരും. ഓക്കെ, സോ ഒരിക്കലും അൾസറിനെ വിളിച്ചു വരുത്തരുത്. പിന്നീട് അസിഡിറ്റി, ബേർപ്പിംഗ്, പുളിച്ച് തികട്ടൽ, ഭക്ഷണം വേണ്ടായ്മ, നിറഞ്ഞ പോലെ ഫീല്, വയറുവേദന, ഉടനെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഫീല്, കോൺസ്റ്റിപ്പേഷൻ, എക്സെട്ര ഒരുപാട് കാര്യങ്ങൾ അതിനോടൊപ്പം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നമ്മളെപ്പോഴും ചെയ്യുന്നത് 3 മീൽ ഡയറ്റ് പ്ലാൻ തന്നെയാണ്. കുറഞ്ഞ ഭക്ഷണമായിരിക്കും, ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷെ നല്ല ഫില്ലിംഗ് തരുന്ന ഭയങ്കര ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും എപ്പോഴും നമ്മുടെ ഡയറ്റിൽ. ഇവിടെയാണെങ്കിലും എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലാണെങ്കിലും അങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യാറ്. സോ ഇന്നെടുക്കാൻ പോകുന്ന ഡയറ്റിൻ്റെ മുന്നോടിയായിട്ട് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ വെയിറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ബോഡിയുടെ മെഷർമെൻറ്റ്സ് എല്ലാം ഒരു ബുക്കിൻ്റെ താളിൽ എഴുതി വച്ചേക്കുക. ദിവസേന ഈ ഒരു റുട്ടീൻ തുടരുക തന്നെ ചെയ്യുക. കാരണം നിങ്ങളുടെ ബോഡിയെ വാച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം, മീ ടൈം എന്ന് പറയും, അത് മാറ്റി വെച്ചേക്കുക. ആ സമയത്ത് നിങ്ങളൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരേളം ചൂടുവെള്ളം വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ സൈസിനേക്കാൾ കുറഞ്ഞ സൈസുള്ള, അപ്പോൾ നിങ്ങൾ എല്ലിലാണെങ്കിൽ മീഡിയത്തിലുള്ള ടീഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ബോഡിയെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ അവെയർ ആവുന്നത്, എൻ്റെ ബോഡിയിൽ എവിടേക്കാണ് ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിരിക്കുന്നതെന്ന്. എങ്കിൽ മാത്രമേ അത് കുറയാനുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ കെയർഫുള്ളായിട്ട് ചെയ്യുള്ളൂ. വർക്കൗട്ട് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് ബോഡി ടോണ്ടായിട്ട് കിട്ടില്ല. വർക്കൗട്ട് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് കുറഞ്ഞ് കിട്ടില്ല, 100% കുറഞ്ഞ് കിട്ടില്ല. സോ നിങ്ങൾ ബോഡി വെയിറ്റ് കുറയ്ക്കുക. നിങ്ങളൊരു പെയിലായിട്ടുള്ള ഡയറ്റ്, ഒരു ഭക്ഷണം കഴിക്കാതെ കഞ്ഞി കുടിച്ചുകൊണ്ട് ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് ടച്ചിട്ട് ഒരു പക്ഷേ കുറഞ്ഞ് കിട്ടും. പക്ഷേ നിങ്ങളുടെ ബോഡി നല്ല ഷേപ്പിൽ, നല്ല ഭംഗിയായിട്ട് കുറയണമെങ്കിൽ നിങ്ങൾ നല്ലോണം ഭക്ഷണം കഴിച്ച് നല്ലപോലെ എക്സസൈസ് ചെയ്യണം. അപ്പോൾ കിടു ബോഡിയായി കിട്ടും. സത്യമായിട്ടുള്ള കാര്യമാണിത് പറയുന്നത്. സോ അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള 3 നേരം ഭക്ഷണം കഴിക്കണം, നല്ലപോലെ എക്സസൈസ് ചെയ്യണം. സോ ഗോ ആൻഡ് ഡൂ യുവർ വർക്കൗട്ട് ഫസ്റ്റ്. വർക്കൗട്ട് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എടുക്കേണ്ടത് 8:30 ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്
ഓട്സ് ഉഴുന്നുകൊണ്ടുള്ള ദോശ 2 ആൻഡ് സാമ്പാറാണ്. ഇത് നിങ്ങൾക്ക് ചട്നിയാക്കി മാറ്റാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹാഫ് ആപ്പിളും 1 എഗ്ഗും എടുക്കുന്നതുകൊണ്ടും വലിയ തെറ്റൊന്നുമില്ല. എങ്കിലും നമുക്കിതൊരു 1000 കാലറിയിൽ ലിമിറ്റ് ചെയ്ത് കഴിക്കാൻ സാധിക്കും. അഥവാ ഇതൊക്കെ ധാരാളമായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ ഈ 2 ദോശയും സാമ്പാറിൽ സാറ്റിസ്ഫൈഡ് ആവുക. ഇതൊരു നോർമൽ പേഴ്സൺ എടുക്കാൻ പറ്റുന്ന, ആർക്കും എടുക്കാൻ പറ്റുന്ന ഡയറ്റാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓട്സ് ഉഴുന്ന് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് വില കുറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ ഡയറ്റ് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് ആരും പറയരുത്. അതുകൊണ്ടാണ് ഇത് വളരെ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം ഒരു സാധാരണക്കാരന് വിശപ്പ് മാറാൻ മാത്രം ഉണ്ടായിരുന്നു 2 ദോശയും സാമ്പാറും. അതിൻ്റെ കാലറിയും അതിൻ്റെ എല്ലാം ഞാൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്, അത് നിർത്തിയിട്ട് വായിച്ചേക്കാം. സോ അതിനുശേഷം നിങ്ങൾക്ക് ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ഗ്രീൻ ടീ കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഒരു ഗ്രീൻ ടീ കുടിച്ചേക്കൂ. അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 8 ബദാം നിങ്ങൾക്ക് കഴിക്കാം. അത് ഞാൻ അവിടെ കാണിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾക്കത് എടുക്കാം. ഓക്കെ. ആൻഡ് അതിനുശേഷം നിങ്ങൾ കറക്റ്റ് 1:30 മുൻപായിട്ട് തന്നെ ഒരു ലഞ്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നോൺ വെജിറ്റേറിയൻസിന് പറ്റിയ ലഞ്ചാണ്. 2 ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ്. ഇത് നിങ്ങൾക്ക് ഫിഷ് കറി ആക്കി മാറ്റാം, ഇത് ദാലാക്കി മാറ്റാം, ഇത് പരിപ്പ് കറിയാക്കി മാറ്റാം, ഇത് സാമ്പാറാക്കി മാറ്റാം, ഇത് മോര് കറിയാക്കി മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കറി നിങ്ങൾക്ക് എടുത്താൽ മതി. എന്നാൽ ചിലപ്പോൾ ചോദിക്കും ഇത് നോൺ വെജിറ്റേറിയൻസിന് പറ്റില്ലേ, നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലേ എന്ന്. അതുകൊണ്ടാണ് എടുത്ത് നോൺ വെജ് തന്നെ കാണിച്ചിരിക്കുന്നത്. ലെസ് ഓയിലിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒത്തിരി സ്പൈസസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒത്തിരി സ്പൈസസ് നിങ്ങൾക്ക് ഇൻഡസ്റ്റൈനിന് അത്ര ഹാപ്പി ആക്കുന്ന ഭക്ഷണമല്ല. ഒത്തിരി തീയുള്ളത്, ഒത്തിരി തീ കത്തുന്ന പോലത്തെ ഭക്ഷണങ്ങൾ. സോ കൺട്രോൾഡായിട്ട് കുറച്ച് മയത്തിലൊക്കെ ഭക്ഷണം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് യു ആർ ഇൻ എ ഡയറ്റ്. ഓക്കെ. ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒരു സൈഡ് ഡിഷാക്കി എടുക്കുന്നത് കൊണ്ടോ ഒരു സാലഡ് കുക്കുംബേഴ്സും ക്യാരറ്റൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു സാലഡ് എടുക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ല. ഇനി 2 ചപ്പാത്തിക്ക് പകരം ഒരു 100 ഗ്രാം റൈസ് എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ റൈസ് എടുക്കുന്നത് ഓക്കെയാണ്, പക്ഷെ എന്നും റൈസ് എടുത്തോട്ടെ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കരുത്. ഓക്കെ. ഇതിൻ്റെ സെക്കൻഡ് ഡയറ്റ് വേണമെങ്കിൽ ഈ ഡയറ്റ് മാക്സിമം ഷെയർ ചെയ്തേക്കുക. മാക്സിമം ചാനലിന് റീച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഡയറ്റുമായിട്ട് വെരി നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ വരുന്നതായിരിക്കും. ഇനി ഉച്ചയ്ക്ക് എടുക്കുന്ന ലഞ്ചിന് എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നൈറ്റ് ഡിന്നറിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്, ഒരു ബ്രക്കോളി സൂപ്പാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ വീഡിയോ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. ബ്രക്കോളി സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാനും സാധിക്കും. ബ്രൊക്കോളി അവൈലബിൾ അല്ല, ബ്രൊക്കോളി സൂപ്പ് നമ്മുടെ വീട്ടിൽ കുടിക്കില്ല, അങ്ങനെയാണെങ്കിൽ വേറെ സൂപ്പ് വെറൈറ്റീസ് എന്തൊക്കെയാണുള്ളത് അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ദോശ, അതിനുള്ള ബാറ്ററൊന്നും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ വെറും ഗോതമ്പ് ദോശ കഴിക്കാം. പ്രോട്ടീൻ ദോശയുടെ എത്രയോ റെസിപ്പീസ് നമ്മുടെ ഷോർട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏത് ദോശ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ന്യൂട്രിഷൻ റിച്ച് ആയിരിക്കണം എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കാലറി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 1000 കാലറിയുടെ ഉള്ളിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള വണ്ടർഫുൾ ഡയറ്റാണ് ഞാൻ ഷെയർ ചെയ്തത്. ഒരു തരത്തിലും നിങ്ങളുടെ ബോഡിയെ ഇത് റിവേഴ്സായിട്ട് ബാധിക്കില്ല, അത് ഗ്യാരണ്ടിയാണ്. ഇൻ ബിറ്റ്വീൻ, അതായത് ലഞ്ചിനും ഡിന്നറിനും ഇടയിലായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു ബ്ലാക്ക് കോഫിയോ ഗ്രീൻ ടീയോ കുടിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുടിക്കാം. കുറേ ഭക്ഷണങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അത് ന്യൂട്രിഷൻ റിച്ച് ആണെങ്കിൽ കൂടിയും ഇതിനൊക്കെ കാലറി ഉള്ളതുകൊണ്ട് അതൊരു പക്ഷേ വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 1000 കാലറി ലിമിറ്റ് ചെയ്തുകൊണ്ട് ഡയറ്റ് എടുത്തുകൊണ്ട് വെയിറ്റ് റിഡക്ഷന് ശ്രമിക്കുന്നത്. സോ നിങ്ങൾക്കൊരു ഓവർ ഈറ്റിംഗ് അൺഹെൽതി ഈറ്റിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡയറ്റ് എടുത്ത് ഫസ്റ്റ് ഡേ തന്നെ എത്ര ഗ്രാംസിൻ്റെ റിഡക്ഷൻ ഉണ്ടായി എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത്. ആൻഡ് റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഓൾ സെറ്റ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങൾ ഒരു ദിവസം മിനിമം ഒരു 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു 7 to 8 hours സ്ലീപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാണ്, നമുക്ക് ഈ ലോകത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ട്. ചിലത് നമ്മുടെ ലിമിറ്റ് വിട്ട കാര്യങ്ങളാണ്, നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്തു വെച്ചതിന് ശേഷം പിന്നെ ഡെസ്റ്റിനിക്ക് വിടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിൽ നിന്ന് വിട്ടകന്ന് പോകുന്നതൊന്നും നമ്മുടേതല്ല. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ലവ് യു ആൻഡ് താങ്ക് യു. എല്ലാവരും കേട്ടുപിടിച്ചുമ്മ.